+1 റിസൾട്ട് വന്നു. എനിക്കറിയാം എൻ്റെ മുന്നിലിരിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇപ്പോൾ വളരെയധികം റിഗ്രറ്റോട് കൂടിയായിരിക്കും ഈ വീഡിയോ കാണുന്നത് അല്ലേ. ഞാൻ എന്താ പറയാൻ പോകുന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതുമായിരിക്കും. നമ്മൾ കഴിഞ്ഞ വർഷം തുടങ്ങിയത് മുതൽ +1 തുടങ്ങിയത് മുതൽ നിങ്ങളുടെ അടുത്ത് നമ്മൾ അത്രയും വന്നിട്ട് പറയുന്ന കാര്യമാണ്, മക്കളെ ശരിയാണ്, 2 വർഷം നമ്മുടെ മുന്നിലുണ്ട്, പഠിക്കാൻ നമുക്ക് സമയമുണ്ട്, പക്ഷേ തുടങ്ങിക്കോ, പഠിച്ചോ. നല്ല രീതിയിൽ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നിലായി പോകും, നമ്മൾ ഖേദിക്കുന്ന ഒരു ദിവസം വരും. ആ റിസൾട്ട് വരുന്ന ദിവസം നമ്മുടെ കണ്ണീന്ന് സന്തോഷത്തിന്റെ അല്ല നമ്മൾ വിചാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ റിഗ്രറ്റിന്റെ കണ്ണുനീര് നമ്മുടെ കണ്ണീന്ന് വരാതിരിക്കാൻ നിങ്ങൾ പഠിക്കണം എന്ന് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ ഫുൾ ടൈം കിട്ടിയ സമയം മൊത്തം നമ്മൾ ഫുൾ എന്റർടൈൻമെന്റിന് വേണ്ടി നടന്നു. നമ്മൾ യാതൊരു സീരിയസ്നെസ്സും കാണിച്ചില്ല. ഞാൻ പഠിക്കും, ഞാൻ പഠിച്ചോളാം, ഞാൻ പഠിച്ചോളാലോ, ഇങ്ങനെ വിചാരിച്ച് നമ്മൾ നടന്നിട്ട് ഇന്നിപ്പോ നമ്മുടെ +1 റിസൾട്ട് നമ്മുടെ കയ്യിൽ കിട്ടി. +2 ഏകദേശം 2 മാസം നമ്മൾ കംപ്ലീറ്റും ചെയ്തു. ഇനിയും നമ്മൾ തുടങ്ങിയിട്ടില്ല. ഇപ്പതാ എത്തിയ +1 നമ്മുടെ കയ്യിൽ നിന്ന് പോയി. +2 നമ്മൾ തുടങ്ങിയിട്ടില്ല എന്ന് വിചാരിക്കാം. നിങ്ങള് ക്ലാസ്സസ് തുടങ്ങിയിട്ടുണ്ട്, ക്ലാസ്സസ് വന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും നിങ്ങൾ +1 അതേ ഉഴപ്പത്തരം തന്നെയാണ് +2 നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ഒട്ടുമിക്ക കുട്ടികളുണ്ടാവുക. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇനി നിങ്ങളുടെ മുന്നിലുള്ളത് വെറും 5-8 മാസങ്ങളാണ്. 5-8 മാസം തികച്ചില്ല. അതിൻ്റെ ഇടയിൽ എക്സാം ഒക്കെ ആയിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരിയിൽ മോഡൽ എക്സാം തുടങ്ങും. കൃത്യം പറഞ്ഞ 6 മാസം നമ്മുടെ മുന്നിലുണ്ട്. എന്താ നിങ്ങളുടെ പ്ലാൻ? ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ആ +1 മാർക്ക് ഷീറ്റ് ഉണ്ടല്ലോ, ഇതേപോലെയാണ് നിങ്ങളുടെ മാർക്ക് +2 വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതിന്റെ ഇടയിൽ നല്ല മാർക്സ് വാങ്ങിച്ച കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഹാറ്റ്സ് ഓഫ് ടു യു. ഞാൻ സംസാരിക്കുന്നത് വിചാരിച്ച മാർക്ക് കിട്ടാതെ, അല്ലെങ്കിൽ ഉദ്ദേശിച്ച മാർക്ക് കിട്ടാതെ കളിച്ചു നടന്നത് കാരണം, ഉഴപ്പത്തരം കാരണം നിങ്ങൾക്ക് കിട്ടേണ്ട മാർക്ക് നഷ്ടപ്പെടുത്തിയ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എത്തേണ്ടിയിരുന്ന, റാങ്ക് ബോർഡിൽ പേര് വരേണ്ടിയിരുന്ന, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, നമ്മൾ റിസൾട്ട് വരുന്ന സമയത്ത് നല്ല റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന, എന്നാൽ കളിച്ചുകൊണ്ട് ആ റിസൾട്ട് കളഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളോടാണ്. നിങ്ങളുടെ സമയം ഇനിയും തീർന്നിട്ടില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ അടുത്ത് നമ്മളിങ്ങനെ വന്നിട്ട് പറയണം, എടാ നിങ്ങളുടെ സമയം കഴിഞ്ഞിട്ടില്ല, യു ഹാവ് ടൈം ടു കം ബാക്ക്. നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട് ഇനിയും നിങ്ങളുടെ മുമ്പിൽ. നിങ്ങൾ വിചാരിച്ചാൽ, നിങ്ങൾ ഉദ്ദേശിച്ചാൽ, നിങ്ങൾ പണിയെടുക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നിന്ന്, നമ്മൾ പറയുന്നത് വെറുതെ ഒരുപാട് കുട്ടികൾ ഇതേപോലെ നിങ്ങളെപ്പോലെ കഴിഞ്ഞ വർഷങ്ങളിൽ റിസൾട്ട് ബാക്കിലായതിനു ശേഷവും പഠിച്ച് നേടിയ കുട്ടികൾ ഒരുപാടുണ്ട്. ഞാൻ കാണിച്ചു തരാം ഓരോരുത്തരെയും. നിങ്ങൾ പണിയെടുക്കാൻ റെഡി ആവണം. നിങ്ങൾക്ക് ആ ഒരു ത്വര വേണം, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഡ്രീം വേണം, ആ ഫയർ വേണം, അതിങ്ങനെ കടന്ന് കത്തണം. എങ്കിലും മാത്രമേ മക്കളെ നമ്മൾ ഉദ്ദേശിച്ച ഒരു സ്ഥലങ്ങളിൽ നമുക്ക് എത്താൻ പറ്റുള്ളൂ. നിങ്ങൾ ഇപ്പോഴും വിചാരിക്കുന്നുണ്ടാവും, ഇനി നിങ്ങൾ എന്നെ കൊണ്ട് ഇനി ഒന്നും നടക്കൂല, 10ാം ക്ലാസ്സും പോയി, +1 പോയി, ഇനിയിപ്പോൾ +2 എന്തായാലും എന്നെ കൊണ്ട് നടക്കൂല, ഞാൻ അതങ്ങ് വിട്ടു എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അർജന്റീനയുടെ മാച്ച് ആരുമായിട്ട്, നമ്മുടെ ഇംഗ്ലണ്ടുമായിട്ട് അല്ലെ. ഇംഗ്ലണ്ട് 1-0 ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും വിചാരിച്ചൊരു കാര്യമുണ്ട്, എന്ത്? തീർന്നു, അർജന്റീന തീർന്നു ഇല്ലേ. പക്ഷേ ലാസ്റ്റ് ആ അവസാനത്തെ അരമണിക്കൂറിൽ അർജന്റീന ചെയ്തൊരു അറ്റാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അർജന്റീന ചെയ്തിട്ടുള്ള ഒരു എന്താ പറയാ, ജയിക്കാനുള്ള അവരുടെ ഒരു വാശി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ ഈ മത്സരത്തിൽ ജയിച്ചിട്ടേ പോകൂ എന്നുള്ള ഒരു ത്വര നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ത്വരയാണ് നിങ്ങൾക്കും വേണ്ടത്. ഞാൻ അർജന്റീന ഫാൻ അല്ല, പക്ഷേ ലിസൺ ദിസ്, അവരെടുത്തിട്ടുള്ള ആ തീരുമാനം, അവരുടെ ആ ഒരു ത്വര ഉണ്ടല്ലോ, അവരുടെ ഒരു ആവേശം ഉണ്ടല്ലോ, ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ജയിച്ചിട്ടേ പോകുള്ളൂ എന്നുള്ള ആ ഒരു എന്താ പറയാ, അവരുടെ ജയിക്കാനുള്ള ആ ഒരു ആക്രോശം ഉണ്ടല്ലോ, ഈ ഒരു മൈൻഡ് സെറ്റ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ, നമ്മുടെ തോൽവികളോടും നമ്മളുടെ ഓരോ ചലഞ്ചുകളോടുള്ള ആറ്റിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത്. ആ ലെവലിൽ നിങ്ങൾ പണിയെടുക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ, അവരുടെ അവസാനത്തെ അരമണിക്കൂറിൽ കാണുന്ന അറ്റാക്ക് നമ്മൾ കണ്ട സമയത്ത്, ഓ മൈ ഗോഡ്, ഇറ്റ് വാസ് സിംപ്ലി ഇംപ്രസീവ് എന്ന് നമുക്ക് പറയാം. അത്രക്ക് രീതിയിലാണ് അവരുടെ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, ഇവർ ഇവിടുന്ന് ജയിച്ചിട്ടേ പോകൂന്ന് തീരുമാനിച്ച് വന്ന പോലെയാണ് അവരന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത്. സോ ആ മൈൻഡ് സെറ്റ് ഉണ്ടല്ലോടാ, ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ +1 ഒരു കോഴ്സ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ അവിടെ ജയിച്ചിട്ടേ പോകൂ, ഞാൻ ഇവിടെ തോൽക്കാൻ വന്നവനല്ല. എന്റെ മുന്നിൽ സെറ്റ് ബാക്ക് വന്നിട്ടുണ്ടാവും, ഞാൻ തോൽവികൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടാവും, എനിക്കെതിരെ എന്താ പറയാ തോൽവികൾ വന്നിട്ടുണ്ടാവും, എനിക്കെതിരെ സെറ്റ് ബാക്ക് വന്നിട്ടുണ്ടാവും, എനിക്കെതിരെ ചിലപ്പോൾ ഞാൻ ഫെയിൽ ആയിട്ടുണ്ടാകും, ചിലപ്പോൾ +1 മാർക്ക് വളരെ കുറഞ്ഞിട്ടുണ്ടാവും. സ്റ്റിൽ ഐ ഹാവ് ടൈം ടു കം ബാക്ക്. ഞാൻ വന്നിരിക്കും, തിരിച്ചടിച്ചിരിക്കും, ഞാൻ ജയിച്ചിട്ടേ പോകൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തീർത്തിട്ടേ പോകൂ, അല്ലെങ്കിൽ ഞാൻ എന്താണെന്ന് ഞാൻ തെളിയിച്ചിട്ടേ പോകൂ എന്നുള്ളൊരു എന്താ പറയാ ആക്രോശം, അല്ലെങ്കിൽ ആ ഒരു ത്വര നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. അത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറ്റും, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ അത്രയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയും കാലം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു മക്കളെ പഠിക്കണം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇനി നിങ്ങളെ കൊണ്ട് ഇത് ഒറ്റയ്ക്ക് സാധിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നെവർ.
നിങ്ങൾക്ക് ഒരാളുടെ സഹായം വേണ്ടി വരും, നിങ്ങളെ കൈ പിടിച്ചുയർത്താൻ, നിങ്ങൾക്ക് പറ്റിപ്പോയ തെറ്റുകളെ ഒന്ന് തിരുത്തി തരാൻ, നിങ്ങൾക്ക് എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, ഏത് രീതിയിൽ പഠിക്കണം എന്ന് പറഞ്ഞു തരാൻ. സോ അതിനു വേണ്ടിയാണ് എഡ്യൂപോർട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ദ സൂപ്പർ ബാച്ച് ഫോർ +1 ആൻഡ് +2. അപ്പൊ നിങ്ങൾ പറയും കംബാക്ക് വന്നത് അർജന്റീന അല്ലേ, ഞങ്ങളല്ലല്ലോ, ഞങ്ങളെ കൊണ്ട് ഇതൊന്നും നടക്കൂല. എടാ, ഏതൊരാൾക്കും കംബാക്കിനുള്ള ഒരു ചാൻസ് എപ്പോഴും നമ്മുടെ മുന്നിൽ കിട്ടും. ആ ചാൻസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ, അവിടെയാണ് പോയിന്റ് അല്ലേ. മെസ്സിക്ക് കിട്ടിയ ചാൻസ് രണ്ടും മെസ്സി യൂട്ടിലൈസ് ചെയ്തതുകൊണ്ടാണ് അർജന്റീനക്ക് അന്ന് മുന്നിലെത്താൻ പറ്റി കഴിഞ്ഞത്. നിങ്ങൾക്ക് ഇതേപോലെ കിട്ടുന്ന ഒരു ചാൻസ് ആണ് എഡ്യൂപോർട്ടിന്റെ +2 സൂപ്പർ ബാച്ച്. നമുക്ക് എല്ലാ സമയത്തും ഇതുപോലെ അവസരങ്ങൾ കിട്ടിക്കൊള്ളണമെന്നില്ല. റൈറ്റ് ടൈമിൽ കിട്ടുന്ന അവസരങ്ങൾ ഏറ്റവും കൂടുതൽ വേഗത്തിൽ ആരാണോ ചാടി പിടിക്കുന്നത് അവര് മുന്നിലെത്തും എന്നുള്ളതാണ് ഏറ്റവും വലിയ പോയിന്റ്. നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിലെ ടോപ്പേഴ്സിനോട് ചോദിച്ചു നോക്ക്, അവർ കിട്ടുന്ന സമയം മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് ഏറ്റവും അടിപൊളിയായിട്ട് അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഏറ്റവും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരാണോ അവരാരാണ് എന്ത് ചെയ്യുക, എപ്പോഴും മുന്നിലെത്തുന്നുണ്ടാവുക. സോ അതുപോലെ നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം അതിനെ എന്ത് ചെയ്യുക, സ്വന്തം സക്സസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതേപോലെ +2ന്റെ സൂപ്പർ ബാച്ച് നമ്മൾ നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വെറുതെ പൈസക്ക് 5499 രൂപയ്ക്കാണ് നമ്മൾ ഈ കോഴ്സ് തരുന്നത്. ഒരു 5500 റുപ്യ ഇട്ടിട്ട് എല്ലാവരോടും ഒരു 5500 റുപ്യ വാങ്ങി ഞങ്ങളുടെ പോക്കറ്റിട്ട് മുതലാളിമാര് ബെൻസ് കാർ വാങ്ങി നടക്കാനല്ല എഡ്യൂപോർട്ട് എന്ത് ചെയ്യുന്നത്, ബാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ 5500 രൂപ തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഓരോ രൂപയിലും ഞങ്ങൾക്ക് എന്തുണ്ട്, വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളിൽ വിശ്വാസം വർപ്പിക്കാം. കാരണം ഈ തന്ന പൈസേനേക്കാൾ കൂടുതൽ പൈസക്ക് വാല്യൂ ഉള്ള സർവീസ് നിങ്ങൾക്ക് ഞങ്ങൾ തന്നിട്ടുണ്ടാവും. കാരണം അത്രയും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഏത് കുട്ടികളോടും, ഈവൻ നമ്മുടെ ഈ ഒരു വീഡിയോന്റെ താഴെ വരുന്ന കമന്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സൂപ്പർ ബാച്ചിലെ കുട്ടികൾ ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി നമ്മുടെ ക്ലാസ്സസിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത്. കേരളത്തിൽ തന്നെ ഇതുവരെ ആർക്കും അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ലെവലിലുള്ള കിടിലം ക്ലാസ്സുകൾ അല്ലെങ്കിൽ കിടിലം ഫാക്കൾട്ടീസിന്റെ ഇപ്പം നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഫാക്കൾട്ടീസിന്റെ ക്ലാസ്സുകളാണ് നമ്മുടെ എഡ്യൂപോർട്ടിന്റെ ആപ്പിൽ നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. അതും വളരെ പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ എന്നുള്ള രീതിയിലാണ്. കാരണം ആപ്പിൽ തന്നെ നിങ്ങളെ തന്നെ ട്രാക്ക് ചെയ്യും, നിങ്ങളുടെ പഠിത്തം ട്രാക്ക് ചെയ്യും, നിങ്ങൾ എത്ര സമയം പഠിക്കുന്നുണ്ട്, എത്ര യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻസ് ആണ് ആപ്പിൽ നമ്മൾ തരുന്നത്. അത് മാറുന്ന ക്വസ്റ്റ്യൻ പാറ്റേണിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റിയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരുന്നത്. അതേപോലെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ, നിങ്ങൾ ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ, എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെന്ററിനെ നമ്മൾ തരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വയ്യ നടന്ന് നിങ്ങളെ പഠിപ്പിച്ച് ടോപ്പർ ആക്കും. ആ ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ സൂപ്പർ ബാച്ച് എന്ത് ചെയ്തിട്ടുള്ളതാ, ഓറിയന്റേഷൻ ചെയ്തിട്ടുള്ളത്. സോ എന്റെ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെയുള്ള അവസരങ്ങൾ എല്ലാ സമയത്തും കിട്ടിക്കൊള്ളുന്നില്ല. ഈ പ്രൈസ് ഇപ്പം നമ്മൾ 5499 ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൈസ നിങ്ങൾ കാണൂല. ഇറ്റ് മേ ഇൻക്രീസ്. കാരണം കുട്ടികൾ വരുന്നതിനനുസരിച്ച്, ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ എന്ത് ചെയ്യും, ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ നമ്മുടെ പ്രൈസസിലും ചേഞ്ച് ചെയ്യും. സോ കിട്ടുന്ന അവസരങ്ങൾ എന്ത് ചെയ്യുക, കിട്ടുന്ന സമയത്ത് തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇതെന്തിനാണ് മിസ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, +1 ഇപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് കുട്ടികൾ ഇരുന്ന് കരയുന്നുണ്ട്. നിങ്ങളും കരഞ്ഞിട്ടില്ലേ? ഒരുപാട് കുട്ടികൾ മിസ്സിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മിസ്സേ പോയി, മിസ്സേ എന്താ ചെയ്യുക, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് അല്ലെങ്കിൽ റിസൾട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു +1 ഞാനത് വാങ്ങിക്കും, അല്ലെങ്കിൽ +2 ഞാൻ അടിപൊളിയാക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഇനി എന്നെ കൊണ്ടൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല മിസ്സേ എന്ന് നിങ്ങൾ പറയരുത്, എന്ന് നിങ്ങൾ പറഞ്ഞ് കരയരുത്. +2 റിസൾട്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് +2 റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ ആരും ഇരുന്ന് കരയരുത്. എൻ്റെ എല്ലാ മക്കളും, ഈ മുന്നിലിരുന്ന് കാണുന്ന ഓരോ കുട്ടികളും +2 റിസൾട്ട് കഴിയുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പറയണം, അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂപോർട്ടിന്റെ ഏതെങ്കിലും വീഡിയോസിന്റെ അടിയിൽ കമന്റിൽ പറയണം, അല്ലെങ്കിൽ നമ്മൾക്ക് മെസ്സേജ് അയച്ചിട്ട് പറയണം, മിസ്സേ ഞാൻ ജയിച്ചു മിസ്സേ, എനിക്ക് കിട്ടേണ്ട മാർക്ക് കിട്ടി മിസ്സേ, ഞാൻ ആരാണെന്ന് ഞാൻ പ്രൂവ് ചെയ്തു മിസ്സേ, അല്ലെങ്കിൽ എഡ്യൂപോർട്ട് ടീം അതിനെ ഹെൽപ്പ് ചെയ്തു മിസ്സേ എന്ന് നിങ്ങൾ ഓരോരുത്തരും പറയും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക്. If you are this batch student, നിങ്ങൾ +2 സൂപ്പർ ബാച്ചിലെ സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഗെറ്റ് റെഡി ടു ബി ദ ടോപ്പർ ഓഫ് യുവർ ക്ലാസ്. ഞങ്ങൾ പറയുന്ന പോലെ, നമ്മൾ പറയുന്ന സ്കെഡ്യൂളിൽ കൃത്യമായിട്ട് പഠിക്കാൻ, പണിയെടുക്കാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ കം ടു ദ ബാച്ച്, ഫീൽ ദ മാജിക്. കാരണം ലിങ്കും കാര്യങ്ങളും എല്ലാം മിസ് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ക്ലിക്ക് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, നമ്മൾ അങ്ങോട്ട് വിളിക്കും, കാര്യങ്ങൾ പറഞ്ഞു തരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വരിക, ജോയിൻ ചെയ്യുക, നിങ്ങൾ അടിപൊളി ആയിരിക്കണം.